കോൺഗ്രസ്സുകാർ നിങ്ങളുടെ ആരാ പറഞ്ഞ നിങ്ങൾ ജയിക്കുമെന്ന്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പെട്ടിക്കകത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അറുമാദിക്കുകയാണ്. പോട്ടെ, ശരി, ജയിക്കുമെന്ന് നമ്മളൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ജയിക്കുമെന്ന് ആവേശം കാണിക്കുക, അതൊക്കെ സ്വാഭാവികം. പക്ഷേ നിങ്ങൾ എന്തൊരു തല്ലാതല്ലുന്നത്? കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാണോ? വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാണോ? രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണോ? ഇതിനിടയിൽ സണ്ണി ജോസഫ് ഒരു കാര്യം പറയുന്നു, എം കെ രാഘവൻ വേറെ എന്തൊക്കെയോ പറയുന്നു. എം കെ രാഘവൻ പറയുന്നത് കേന്ദ്രത്തിൻ്റെ രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുന ഖാർഗെയുടെ തീരുമാനമായിരുന്നില്ല എം പിമാർ മത്സരിക്കേണ്ട എന്നുള്ളത്. ഇവിടുത്തെ ചില ചേട്ടന്മാർ വി.ഡി. സതീശനാണ് പറയുന്നത്. വി.ഡി. സതീശനാണ് ആ തീരുമാനമെടുത്തത്. പിന്നെ എം കെ രാഘവന് തോൽക്കുന്നൊരു മണ്ഡലം, കോഴിക്കോട് തോൽക്കുന്ന ഒരു സ്ഥലം ബേപ്പൂർ വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി വേണമെങ്കിൽ മത്സരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ വലിയ കുഴപ്പമാണ്. ഇതിനിടയിൽ സുധാകരൻ മല്ലികാർജ്ജുന ഖാർഗെയെ കാണാൻ പോകുന്നു. ആ അപ്പോയിൻമെൻറ്റൊന്നും അനുവദിക്കരുതെന്നേ, ആ അപ്പോയിൻമെൻ്റ് ഒന്നും കൊടുക്കുകയും ചെയ്യരുത്. ഇങ്ങനത്തെ കാര്യങ്ങളുമായി പോകുന്ന അപ്പോയിൻമെൻ്റ് ഒന്നും വരണ്ട. നിങ്ങളവിടെ നിൽക്കൂ, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരട്ടെ, ഫലം പറഞ്ഞിട്ട് MLA-മാർ കൂടിയിരിക്കട്ടെ, അവർ ഒരു അഭിപ്രായം ഒരു പേര് പറയട്ടെ, അത് ഐക്യകണ്ഠേനെത്തില്ലെങ്കിൽ 2 പേര് പറയട്ടെ, അവിടെയും ഐക്യമെത്തില്ലെങ്കിൽ 3 പേര് പറയട്ടെ, അതങ്ങോട്ട് ഹൈക്കമാൻഡിന് കൊടുക്കുക, ഹൈക്കമാൻഡ് അവിടെ നിന്ന് സ്ട്രോങ് ആയൊരു തീരുമാനമെടുക്കുക, ഇതാണ് മുഖ്യമന്ത്രി, എന്ത് ഘടകം വേണോ നോക്കിക്കോണം എന്ന് പറഞ്ഞ് തീർക്കേണ്ട 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു വിഷയത്തെ നിങ്ങൾ ജയിക്കുമെന്ന് പോലും അറിഞ്ഞുകൂടനേ. എന്തൊരടിയാടിക്കുന്നത്? വളരെ കഷ്ടമാണ് സതീശൻ സാറേ. പിന്നെ നിങ്ങൾ കാട്ടിൽ പോയിരുന്ന് നിക്കറുമൊക്കെ ഇട്ട് ബുൾഡോസർ ബെർമുടയൊക്കെ ഇട്ട് ഒരു കോഫിയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് നിങ്ങൾ പിണറായിക്ക് പഠിക്കരുത്. നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങളവിടെ പോയത് കണ്ടുകൊണ്ട് നിങ്ങളെ കൂട്ടുകാരോ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരാരെങ്കിലും നിങ്ങളെ പിറകെ വന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആരെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി എടുത്ത് ചെയ്തിടുമ്പോഴല്ല താങ്കളുടെ പേരിൽ സ്വന്തമായി എടുത്തിടുന്നത്. കാരണം താങ്കൾ പ്രതിപക്ഷ നേതാവാണ്. ഒരു നല്ല പക്വതയോടുകൂടി വരേണ്ട ആളാണ്. വനവാസത്തിന് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പക്വതയില്ലായ്മയാണ്. അതിന് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാരണം തോറ്റുപോയാൽ വനവാസത്തിന് പോവുമോ? എന്താണ് സംഭവിക്കുക? രാഷ്ട്രീയ വനവാസത്തിന് പോവുമോ? പാർലമെൻ്ററി പരിപാടി നിർത്തുമോ? MLA സ്ഥാനം രാജിവെക്കുമോ? എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും കോൺഗ്രസിൻ്റെ ഈ തമ്മിൽ തല്ല് ചക്കളത്തി പോരാട്ടം എല്ലാ അതിർത്തികളിലും എല്ലാ സീമയും ലംഘിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. വി.ഡി. സതീശൻ്റെ അപദാനങ്ങൾ, അത് ജെബി മെത്രായാലും അതുപോലെ ദീപ്തി മേരി വർഗീസ് ആയാലും അതുപോലെ തന്നെ പഴകുളം മധു ആയാലും ഒരുപാട് സീനിയർ നേതാക്കൾ, നാളെ മന്ത്രിയാവേണ്ടവർ MLA ആകേണ്ടവർ വളരെ സീനിയർ നേതാക്കളാണ് ഈ സോഷ്യൽ മീഡിയയിൽ കെ.സി. വേണുഗോപാലിൻ്റെ അവദാനങ്ങൾ പാടുന്നത്. അത് അവർ പാടുമ്പോൾ ഉടനെ വി.ഡി. സതീശൻ ഇത്രയൊക്കെ ചെയ്യിച്ച് 40 സീറ്റിൽ നിന്ന് ഇനിയിപ്പോൾ ജയിക്കുന്ന സീറ്റിലേക്ക് എത്രയായാലും അത്രയും സീറ്റിലേക്ക് കൊണ്ടുവന്ന വി.ഡി. സതീശനെ കളയുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വി.ഡി. സതീശൻ്റെ തേരാളികളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. വളരെ പക്വതയുള്ള, നിരവധി വർഷം മന്ത്രിയായിരിക്കുകയും ചെറിയ പ്രായത്തിലെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ അവസരവും കിട്ടിയ രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാളിനെ കളയുകയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ബ്രിഗേഡും രംഗത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ രമേശ് ബ്രിഗേഡുണ്ട്, സതീശൻ ബ്രിഗേഡുണ്ട്, കെ.സി. ബ്രിഗേഡുണ്ട്. ഇതെല്ലാം കൂടി വളരെ രസകരമാണ്. ആകപ്പാടെ ജനങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ വോട്ട് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തു എന്നൊരു തെറ്റേ ഉള്ളൂ. നിങ്ങൾ ഇതിന് വേണ്ടി വച്ച് വിലപേശരുത്, ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കരുത്, ജനങ്ങളുടെ മുഖത്ത് നോക്കി പല്ലിളിക്കരുത്. ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്യരുത്. കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആരാണ് ജയിക്കുക എന്ന് നോക്കട്ടെ, എന്നിട്ട് ഐക്യജനാധിപത്യ മുന്നണിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മണിക്കൂറുകളോളം ഇരുന്ന് ആരാണ് മുഖ്യമന്ത്രി തീരുമാനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിപക്ഷത്താണ് നിങ്ങൾ വീണ്ടും വരുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരും തീരുമാനിക്കാം. അതിന് പക്ഷേ ഈ മത്സരം ഉണ്ടാവില്ലല്ലോ. ഞാനുമില്ല. കാരണം സതീശൻ ഈ പറയുന്ന അനുസരിച്ച് സതീശൻ മാറും. പിന്നെ കെ.സി. വേണുഗോപാൽ എന്തായാലും താഴോട്ട് വരാൻ സാധ്യതയില്ല. പിന്നെ വല്ല വിഷ്ണുനാഥിനോ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനോ അങ്ങനെ ആർക്കെങ്കിലും ചെറിയ ജൂനിയർ ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും. തോറ്റുപോയാൽ, ജയിച്ചു പോയാൽ നിങ്ങൾ വലിയ മത്സരമാണ്. ഇനി അപ്പുറത്താണ് തോറ്റു പോകുന്നതെങ്കിൽ പിണറായി വിജയൻ ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവായിരിക്കാൻ സാധ്യതയില്ല. ജയിക്കുന്ന മറ്റാർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു മൂപ്പളമ തർക്കം പറയുന്നത് ശരിയായില്ല. ആരാണ് വലുത് ആരാണ് ചെറുതെന്നൊക്കെ പറയുന്നതിൻ്റെ കഥ പറയാൻ സമയമായിട്ടില്ല. ഇതുവരെ വിജയം ആർക്കെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട കെ.സി. വേണുഗോപാൽ, പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, നിങ്ങളൊന്ന് അടങ്ങുക, ഒരു പൊടിക്ക് ഒതുങ്ങുക, എന്നിട്ട് റിസൾട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് കൃത്യമായി നിങ്ങൾ തീരുമാനിക്കുക. അപ്പോഴും ചക്കളത്തിൽ പോരാട്ടമില്ലാതെ വളരെ പെട്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത്രയും നന്ന്. അല്ലെങ്കിൽ 5 വർഷത്തേക്കാണ് നിങ്ങൾക്ക് മാൻഡേറ്റ് തന്നിരിക്കുന്നത്. ഇത് 5 വർഷം തികയ്ക്കുമോ? ഇനി തികച്ചാലും കഴിഞ്ഞ പ്രാവശ്യം നന്നായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റൊക്കെ പോയ അവസാന വർഷം സരിത എന്നൊക്കെ പറഞ്ഞ് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി കല്ലിലടിച്ച പൂക്കല പോലെ ഇടതുപക്ഷത്തിന് ഭരണം കൊടുത്തു. 10 വർഷമാണ് ഇടതുപക്ഷം ഭരിച്ചത്.
അങ്ങനെ വീണ്ടും നിങ്ങൾ തമ്മിലടിച്ച് പിരിയുമോ? ഇതൊക്കെ അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പിണറായി വിജയൻ്റെയും വളരെ വലിയ കുൽസിത ജനാധിപത്യ വിരുദ്ധ തുല്യതാ വിരുദ്ധമായ ഒരുപാട് നീതി നിഷേധമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ്, അഴിമതി അടക്കം നടത്തിയത് കൊണ്ടാണ് നിങ്ങൾ വോട്ട് വന്നിരിക്കുന്നത്. അല്ല നിങ്ങളുടെ കേമത്തരം മാത്രം കണ്ടുകൊണ്ടല്ല. ആ ജനതയെ നിങ്ങൾ വഞ്ചിക്കരുത്, പറ്റിക്കരുത്, പല്ലൊളിച്ച് കാണിക്കരുത്, അവരെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തരുത്. തീർച്ചയായും നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക. ഹൈക്കമാൻഡ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ലോ കമാൻഡ് പോലെയാണ് ഇരിക്കുന്നത്. അവർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എല്ലാ പരിധിയും വിട്ട് എല്ലാ സീമയും ലംഘിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആരാണ് നേതാവെന്നുള്ള, മുഖ്യമന്ത്രി എന്നുള്ള പടയോട്ടം നടത്തുന്നത്. ഇത് മോശമാണ്, അശ്ലീലമാണ്, മ്ലേച്ഛത്തരമാണ്. ഒരു സാഹചര്യത്തിലും ഒരു നേതാക്കളും ഇത് പ്രൊമോട്ട് ചെയ്യരുത്. സീനിയർ നേതാക്കൾ ദയവായി വടിയെടുക്കുക. ആന്റണിയെ പോലുള്ളവർ ഒരു കാരണവശാലും, KPC പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, EM സുധീരനോട് ഒത്തിരി സീനിയർ നേതാക്കളുണ്ട്. നിങ്ങൾ വടിയെടുക്കുക. ഒരു കാരണവശാലും ഈ പറയുന്ന ചക്കളത്തി പോരാട്ടം അനുവദിക്കാതിരിക്കുക. കാരണം ജനങ്ങൾ ഒരു തെറ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് തന്നു, അവരെ നിങ്ങൾ ദയവായി ശിക്ഷിക്കരുത്.